ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മതി ഹാപ്പിനെസ് എന്നാണ് പലരും വിചാരിക്കുന്നത്. നിങ്ങളും അങ്ങനെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? യാത്ര എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഞങ്ങൾ ചൂസ് ചെയ്ത വേ റോങ് ആയിരുന്നു എന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ആളിൻ്റെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് ആവശ്യമായി വരുന്നില്ല. കാരണം നമ്മൾക്കറിയാം എങ്ങനെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം, ഏതൊക്കെ ലൊക്കേഷൻസ് കാണണം. ശരിക്കും ഒരു ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാറ് ഒന്നിക്കെ ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ പാക്കേജ് ആയിരിക്കും. ഞങ്ങളും ഫസ്റ്റ് ടൈം പാക്കേജ് എടുത്ത് തന്നെയാണ് പോയത്. പക്ഷെ എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് കുറച്ച് ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര സമയത്ത് കയറണം, ഈ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. മുൻപൊരിക്കൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബസ് മിസ്സായ ഇൻസിഡൻറ്റ്. ശരിക്കും അത് നമ്മുടെ ഭാഗത്ത് സംഭവിച്ച മിസ്റ്റേക്ക് അല്ല, അവരുടെ ടൈം ഷെഡ്യൂൾ കാരണം സംഭവിച്ചാണ്. അവരുടെ സമയത്തിന് ബസ് എടുത്ത് പോയതാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ട്രാവൽ ചെയ്യേണ്ടത്. അത് വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ?